ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്തെന്നുണ്ടാലോ, കൊടൈക്കനാൽ പോയതിൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ. പാർട്ട് 1 ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കാണണേ. രാവിലെ തന്നെ 8:30 മണിക്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. രാവിലത്തെ മഞ്ഞും ചെറിയൊരു ചാറ്റൽ മഴയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനായിരുന്നു. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് മസാല ദോശയായിരുന്നു. പിന്നെ അതിനുശേഷം ഗൂഗിൾ മാപ്പ് നോക്കി അതുപോലെ തന്നെ ഒരു ഹിൽ ടോപ്പിൽ, കൊടൈക്കനാലിലെ ഹിൽ ടോപ്പിലോട്ട് നമ്മൾ പോയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ വന്ന് ഫോട്ടോയും വീഡിയോസും എടുത്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പോയിട്ടുള്ളവരാണെങ്കിൽ അവർക്കൊക്കെ അറിയാം. അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇതുപോലത്തെ ഫ്ലവർ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ പോയിട്ട് നമുക്ക് ഒരുപാട് വീഡിയോസും ഫോട്ടോസൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലമായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തന്നെ കുറച്ച് ഫോട്ടോയും വീഡിയോയും ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിന് ശേഷം പോയതെന്ന് വെച്ചാൽ റൂമിലോട്ടായിരുന്നു. കാരണം ഡ്രസ്സ് മാറിയിട്ട് ഗുണാക്കേവിലോട്ട് പോകാനുള്ള പ്ലാനായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇതുപോലെ മഞ്ഞത്ത് നമ്മുടെ കാർ ഇങ്ങനെ ഇട്ടേക്കുന്നു, അതിൻ്റെ വീഡിയോയും ഫോട്ടോയും ഒക്കെ നമ്മൾ എടുത്തു. പിന്നെ നേരെ റൂമിലോട്ട് പോയി ഡ്രസ്സ് മാറി നമ്മൾ ഗുണാക്കേവിലോട്ട് കയറുവാണ്. അവിടെ നിന്ന് ഫ്രണ്ടിൽ നിന്ന് തന്നെ നമ്മൾ ചോളം കഴിച്ച ശേഷം നേരെ നമ്മൾ ഗുണാക്കേവിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. തിരക്കെന്ന് പറഞ്ഞാൽ സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു. ഇതുപോലെ ഫോട്ടോസും വീഡിയോയും എടുക്കണ കൂട്ടത്തിൽ കുരങ്ങനെ ഇങ്ങനെ ക്യാപ്ചർ ചെയ്ത് ഫോക്കസ് ചെയ്തെടുത്തു. ഇങ്ങനെ ഇതിനെ മാത്രമായിട്ട്. പിന്നെ അതിന് ശേഷം ഇതുപോലെ വീഡിയോസും ഫോട്ടോസും എടുത്തു. കൂടുതൽ പേരുണ്ടായിരുന്നത് കോളേജും സ്കൂളിൽ നിന്നൊക്കെ ടൂർ വന്നിട്ടുള്ളതായിരുന്നു കേട്ടോ. പിന്നെ ഫാമിലീസും കപ്പിൾസും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് പൈൻ ഫോറസ്റ്റിലോട്ടായിരുന്നു. അവിടെ പറയണ്ടല്ലോ, അവിടെയും ഇതുപോലെ തന്നെ ആയിരുന്നു. ഈ കൊടൈക്കനാൽ സ്ഥലത്ത് പോകുന്ന എല്ലാ ടൂറിസ്റ്റ് പ്ലേസും ഒരേ റൂട്ടിലായതുകൊണ്ട് എളുപ്പമാണ് പോകാൻ. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ നമ്മൾ പോയത് മൊയ പോയിൻറ്റിലായിരുന്നു. അവിടെ നേരെ നമ്മൾ പോയി. അത് കഴിഞ്ഞ് നമ്മളൊരു സ്ഥലത്ത് കാറ് പാർക്ക് ചെയ്ത് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും കഴിക്കാമെന്ന് വെച്ച് നിന്നപ്പോഴത്തേക്ക് കുരങ്ങനെ കണ്ടു. അങ്ങനെ ഇങ്ങനെ പഴം വെച്ച് ഇങ്ങനെ കളിപ്പിച്ച് ഇങ്ങനെ നിന്നപ്പോഴത്തേക്ക് ഒരു കുരങ്ങും പെട്ടെന്ന് വന്ന് ചാടിപ്പോയി. അപ്പോഴത്തേക്ക് എൻ്റെ ഫോൺ പെട്ടെന്ന് ഷേക്കായതാണ് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് പഴം കൊടുത്തു. അതിന് ശേഷം ഇതിൻ്റെ വീഡിയോ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ, അത് പിന്നീട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ നേരെ പോയത് റോസ് ഗാർഡനിലായിരുന്നു. റോസാപ്പൂക്ക് ഇങ്ങനെ തിളുത്ത് ഇങ്ങനെ മുട്ടക്കായിട്ട് നിൽക്കുന്ന ഒരു പരുവമായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ നേരെ അതിൻ്റെ അകത്ത് ഫുള്ള് നടന്ന് എത്രയോ ഏക്കറാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. അവിടുത്തെ വ്യൂസും അതുപോലെ തന്നെ നമുക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള, നമുക്ക് നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ ഷോളും പുതച്ചായിരുന്നു നിന്ന കാരണം അത്ര തണുപ്പാണ് കേട്ടോ. സീസൺ ടൈം ആയതുകൊണ്ടായിരിക്കും. പിന്നെ ഇതുപോലെ നമ്മൾ കുറച്ച് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ട് നമ്മൾ കോഫി കുടിച്ചിട്ടുണ്ടായിരുന്നു. കോഫിയും കുടിച്ചു. അതിനുശേഷം ഈ കുരങ്ങൻ്റെ വീഡിയോ നേരത്തെ ഞാൻ പറഞ്ഞത് കേട്ടോ. കാര്യമെന്ന് വെച്ചാൽ കുരങ്ങനെ കിട്ടിയിട്ട് പോലും വേറെ ഒരു കുരങ്ങന്മാർക്കും കൊടുക്കുന്നില്ല. അത് കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ എന്ത് ഭംഗിയാണ്. അങ്ങനെയാണ് ഇതിൻ്റെ കുറച്ച് എന്നെ വീഡിയോ ഇങ്ങനെ എടുത്തത്. ഇത് ആർക്കും കൊടുക്കുന്നില്ല. തൊലിയോട് കൂടി തന്നെ ആ പഴം കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ അതും കണ്ടു നിന്നു. പിന്നെ അതിനുശേഷം നമ്മൾ നേരെ റോസ് ഗാർഡൻ്റെ ഫ്രണ്ടിലുള്ള തന്നെ അവിടുത്തെ സ്ഥലത്ത് നിന്ന് തന്നെ ഒരു ചായയും അതുപോലെ തന്നെ ഈ പൊട്ടറ്റോ ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നതുമായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മയോണൈസും കൂടെ ആക്കിയായിരുന്നു തന്നത്. പക്ഷേ മയോണൈസിൻ്റെ ആ ഫ്ലേവർ കണക്കുള്ള എന്തോ ഒരു സംഭവമായിരുന്നു. പിന്നെ നമ്മൾ നേരെ കൊടൈക്കനാൽ ജംഗ്ഷനിലുള്ള തന്നെ ആ ഒരു വാട്ടർഫാളും അതുപോലെ തന്നെ ബോട്ടിംഗ് സവാരി ഉള്ള ഒരു സ്ഥലത്തായിരുന്നു. പിന്നെ അവിടെയാണല്ലോ കൂടുതലും ഈ മാർക്കറ്റ്, ഷോപ്പിംഗ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലമായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ ഒരുപാട് നടന്നു. ഷോപ്പിംഗായിട്ട് അങ്ങനെ സാധനങ്ങൾ ഒരുപാടൊന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ മോർണിംഗ് ആയി. അവിടെ നിന്ന് രാവിലെ 9:30 ആയപ്പോൾ നമ്മൾ ഇറങ്ങി കേട്ടോ. ഇറങ്ങി വരുന്ന വഴിയിലൊരു വയൽപ്പാടം കണ്ടപ്പോഴത്തേക്ക് അവിടെ വെച്ച് നമ്മൾ പേരയ്ക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് കട്ട് ചെയ്ത് കഴിക്കുവാണ് കേട്ടോ. മുന്നേ വാങ്ങിച്ച് വെച്ചതായിരുന്നു. പിന്നെ വരണ വഴിക്ക് നമ്മൾ കട്ട് ചെയ്ത് കഴിച്ചു. അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ കഴിച്ചതെന്ന് വെച്ചാൽ അവിടെ തമിഴ്നാടൊക്കെ എത്തി കേട്ടോ. തമിഴ്നാട്ടിലുള്ള ഒരു ഹോട്ടലിൽ തന്നെയാണ് കയറിയത്. അത്യാവശ്യം ഗ്രാൻഡായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡായിട്ടുള്ള ഒരു ഹോട്ടൽ ഇതേ കണ്ടുള്ളൂ. അങ്ങനെയാണ് ഇവിടെ കയറിയത്. അങ്ങനെ ഫ്രൈഡ് റൈസ് ആയിരുന്നു, ചിക്കൻ ഫ്രൈഡ് റൈസും കഴിച്ചു. അതുപോലെ തന്നെ തന്തൂരി എങ്ങാണ്ടായിരുന്നു കേട്ടോ. തന്തൂരി ആയിരുന്നു കഴിച്ചത്. അങ്ങനെ അതും കഴിച്ചു. നമ്മൾ അതിന് ശേഷം അവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു. ആ ഒരു ഹോട്ടലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ ഹോട്ടലിൽ ഫാൻസി പോലെ ആയിരുന്നു. അതായത് എല്ലാം ഉണ്ട്, ഫാൻസി എന്നല്ല, എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിൽ നിന്നൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി, അല്ലാതെ കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ അവിടെ നിന്നും വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ വീണ്ടും കാറിൽ കയറിയപ്പോഴത്തേക്ക് അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ളൊരു പുളിമുട്ടായി നെസ്റ്റാൾജിയ. പണ്ടൊക്കെ നമ്മൾ കഴിക്കത്തില്ലേ, ചെറിയ ബോട്ടിൽ, ചെറിയ 1 രൂപയ്ക്കും 2 രൂപയ്ക്കും കിട്ടത്തില്ലേ, അത് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.
എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.